രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനത്തെ വിമർശിച്ച് ഡിവൈഎസ്പിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്. പാലക്കാട് ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റേതാണ് വിവാദ സ്റ്റാറ്റസ്. ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുതെന്നും തൊഴാൻ ആർക്കും VIP പരിഗണന നൽകരുതെന്നുമുള്ള ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തിയാണ് സന്ദർശനമെന്നും ഇത് പിണറായി വിജയനോ ഇടതുമന്ത്രിമാരോ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പുകിലെന്നുമാണ് മനോജിന്റെ സ്റ്റാറ്റസ്. ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുതെന്നും ആർക്കും VIP പരിഗണന തൊഴുവാൻ നൽകരുതെന്നും ആരെയും വാഹനത്തിൽ മല കയറ്റരുതെന്നും ഒക്കെയുള്ള പല ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തി പള്ളിക്കെട്ട് നേരിട്ട് മേൽശാന്തി ഏറ്റുവാങ്ങി തിരുനടയ്ക്കകത്ത് വെച്ചും യൂണിഫോമിട്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ 18ാം പടി കയറിയും പലവിധ ആചാര ലംഘനങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും നടത്തിയപ്പോൾ സംഘികളും കോൺഗ്രസും ഒരുവിധ നാമജപ യാത്രകളും നടത്തിയില്ല, മാപ്രകൾ ചിലച്ചില്ല. ഇത് പിണറായി വിജയനോ ഇടതു മന്ത്രിമാരോ ആയിരുന്നെങ്കിലോ എന്താകും പുകിലെ? അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ല, എല്ലാം രാഷ്ട്രീയമാണ് എന്നായിരുന്നു ഡിവൈഎസ്പിയുടെ പോസ്റ്റ്. എന്നാൽ ട്രെയിൻ യാത്രയ്ക്കിടെ വാട്സാപ്പിൽ വന്ന കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആവുകയായിരുന്നുവെന്നാണ് ഡിവൈഎസ്പിയുടെ വിശദീകരണം. അതിനിടെ ശബരിമലയിൽ മാളികപ്പുറം ക്ഷേത്രത്തിന് പുറത്ത് തൊഴുതു നിൽക്കുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ചിത്രം പിൻവലിച്ചു. രാഷ്ട്രപതി ഭവന്റെ പേജുകളിൽ നിന്നാണ് ചിത്രം പിൻവലിച്ചത്. ശ്രീകോവിലിന്റെ ഉൾവശവും വിഗ്രഹവും ഉൾപ്പെട്ട ചിത്രത്തിനെതിരെ വിമർശനം ശക്തമായതോടെയാണ് ചിത്രം പിൻവലിച്ചത്.